ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എങ്ങനെ ക്യാൻവയിൽ ആനിമേറ്റ് ചെയ്യാമെന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. നമുക്ക് തുടങ്ങാം. മുകളിൽ കുറേ കാറ്റഗറീസ് കാണാം. അതിൽ വീഡിയോസ് എന്നൊരു കാറ്റഗറി കാണാം, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിൽ ഈസി ടു ഏബിൾ വീഡിയോസ് കാണാം. അതിൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ നിൽക്കാം. അപ്പോൾ അത് നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഫേസ് ആയിരിക്കും. ഒരാൾ പ്ലസ് ബട്ടൺ നിൽക്കാം. പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ഫേസ് വരും. അതിൽ നമുക്ക് എലമെൻറ്റ്സ് കാണാം, അത് നിൽക്കാം. എലമെൻറ്റ്സ് നിൽക്കാം. ഡിസൈൻ നമുക്ക് പോസ്റ്ററും ഇതൊക്കെ ഉണ്ടാക്കാനാണ്. നമുക്ക് എലമെൻറ്റ്സ് എടുക്കുക. അതിൽ സെർച്ച് എലമെൻറ്റ്സ് മുകളിൽ കാണാം, അതെല്ലാം ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രീറ്റിൽ നിന്നാണ് ആനിമേറ്റ് ചെയ്യാൻ പോണത്. ഒരാൾ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. അതിനുവേണ്ടി സ്ട്രീറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ സ്ട്രീറ്റിൽ നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെർച്ച് ഐക്കണിൽ അടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. അതിൽ ഓളല്ല നമുക്ക് ആവശ്യമുള്ളത്, ഗ്രാഫിക്സ് കാണാം അതിൻ്റെ അപ്പുറത്ത്. ആ ഗ്രാഫിക്സിൽ നിൽക്കുക. അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ അടുത്ത ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിത് നോക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം കേട്ടോ. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ കൂടെ ഒരാൾ നടന്നു പോകണം. അതിനുവേണ്ടി വീണ്ടും എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ നമ്മൾ സ്ട്രീറ്റ് മാറ്റിയിട്ട് അതിൽ നമ്മൾ ഒരു മാൻ വാൾക്കിംഗ് നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ മാൻ വാൾക്കിംഗ് അടിക്കുക. നമ്മൾ മാൻ വാൾക്കിംഗ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഗ്രാഫിക്സ് എടുക്കാം. ഗ്രാഫിക്സ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ആനിമേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ആനിമേഷൻ എടുത്തിട്ടുണ്ട്. ആനിമേഷൻ ആയിട്ടില്ല, അത് ഒരു സ്റ്റിക്കർ പോലെയാണ്. നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. നമ്മളത് ഇത്ര ചെറുതാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ആനിമേറ്റ് ചെയ്യാൻ അടിയിൽ കുറേ ഓപ്ഷനിൽ ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും അടിയിൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേറ്റ് ഇൻ ആനിമേഷൻ നിൽക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരും. ഏത് സ്റ്റിക്കറാണോ നമുക്ക് ചെയ്യേണ്ടത് അതിനെ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൽ സ്റ്റഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ നിൽക്കുക. ഞാൻ സ്റ്റഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നോക്കിയിട്ടുണ്ട്. അത് നമ്മൾക്ക് നമ്മുടെ വീഡിയോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം, സ്പീഡ് കുറയ്ക്കാം. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ശരി. അപ്പോൾ